ശശികല ടീച്ചർ ഇനിയും കാതലായ ചോദ്യത്തിലേക്ക് വന്നില്ല. ഈ ചർച്ച തുടരുക തന്നെ വേണം. ടീച്ചർ ഇവിടെ ഇപ്പോൾ പറഞ്ഞു അവിടെ പരിമിതികളുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞു, നേരത്തെ പറഞ്ഞത് വളരെ മാന്യമായി വിഷയം കൈകാര്യം ചെയ്തു. പരിമിതികളുണ്ട്, വനഭൂമി വിട്ടുകിട്ടാനുള്ള പരിമിതികളുണ്ട്, പരിസ്ഥിതി ലോലമാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ റോപ്പ് വേ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് കടലാസുകൾ വേഗം നീങ്ങുന്നത്? റവന്യൂ വകുപ്പ് ഭൂമി കൊടുത്തുകൊണ്ട് വനം വകുപ്പിൽ നിന്ന് എടുക്കുന്ന ഭൂമിക്ക്, റോപ്പ് വേക്ക് വേണ്ടി എടുക്കുന്ന ഭൂമിക്ക് പകരമായി റവന്യൂ വകുപ്പ് ഭൂമി കൈമാറ്റം ചെയ്യാം എന്ന് വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ ചക്ക വേരുമ്പലും കായ്ക്കും, വേണ്ടാന്ന് വിചാരിച്ച കൊമ്പത്തും കായ്ക്കില്ല. ആ വേണ്ട എന്ന് വെക്കുന്നിടത്താണ് ഈ ചർച്ചയുടെ പ്രസക്തി നിൽക്കുന്നത്. എന്തുകൊണ്ട് വേണ്ട എന്ന് വെക്കുന്നു? അവർക്ക് വേണമെന്നുള്ള കാര്യങ്ങൾക്ക് പരിസ്ഥിതി ലോലത പ്രശ്നമല്ല, മറ്റേ ഹൈക്കോടതിയുടെ ഇടപെടൽ, സാമ്പത്തികമായ വിനിമയത്തിനുള്ള ഇടപെടൽ പ്രശ്നമല്ല, ഭൂമി പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. വേണമെന്ന് വിചാരിച്ചാൽ അപ്പോൾ റോപ്പ് വേ അവർ വിചാരിച്ചു, അതവർ നടപ്പിലാക്കാൻ കൊണ്ടുപോകുന്നു. അവിടെ ശബരിമലയുടെ യാത്രയ്ക്ക് ഏറ്റവും പ്രധാനമായ കാനന യാത്രയാണ്, ശബരിമല കയറ്റമാണ്. അപ്പോൾ അത് ഒഴിവാക്കി കൊടുത്താൽ അവിടെ പണമായി എങ്ങനെ വന്നാലും വേണ്ടില്ല എന്നുള്ളതുകൊണ്ട് അതിന് എളുപ്പം കാര്യങ്ങൾ, കാരണം സമ്പന്നർക്ക് എളുപ്പം വരാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഗതികെട്ടവൻ മൂത്രം ഒഴിച്ചില്ലെങ്കിലും ദേവസ്വം ബോർഡിന് വലിയ പ്രശ്നമില്ല. കാരണം അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിലേ ചക്ക വേരുമ്മ കഴിക്കുള്ളൂ, വേണ്ടെങ്കിൽ കൊമ്പത്തും കഴിക്കില്ല. വേണ്ട എന്ന് വെക്കാൻ കാരണം ആ ക്ഷേത്രം കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ഭക്തരല്ല, ഹിന്ദുവിൻ്റെ പ്രതിനിധികളല്ല, ഹിന്ദു സമൂഹവും ഹിന്ദു ധർമ്മവും വളരണം എന്ന ആഗ്രഹമുള്ളവരുമല്ല. അപ്പം നമ്മുടെ ഒക്കെ പരിശ്രമം അത്തരം ആഗ്രഹമുള്ളവരുടെ കൈകളിലേക്ക് ഇത് എത്തിക്കുക എന്ന അന്ന് മാത്രമേ ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവൂ.